തൊഴിലുറപ്പ് ശമ്പളം യഥാസമയം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ലൈഫ് പദ്ധതി വഴി അനുവദിച്ച വീടുകൾക്ക് വിവിധ ഗഡുക്കളായി നൽകാനുള്ള പണം അടിയന്തരമായി ലഭ്യമാക്കണം. അർഹരായ പെൻഷൻ ലഭിക്കാത്തവരെ കണ്ടെത്തി എല്ലാവർക്കും പെൻഷൻ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു. ഹലോ, നമസ്കാരം. ഞാൻ ദയാനന്ദൻ, ഫോട്ടോ മീഡിയ. ഞാനിപ്പോ തിരുവനന്തപുരം ജില്ലയിൽ വിതിരയാണ് ഉള്ളത്. ഇതാണ് തേവയോട് ജംഗ്ഷൻ. ഇത് നെടുമങ്ങാട്ട് നിന്ന് വരുന്ന റോഡാണ്. ഇത് ബോണക്കാട്ടേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡ് പൊന്മുടിയിലേക്ക് പോകുന്നതാണ്. ഞാനിപ്പോ നിൽക്കുന്നത് തേവയോട് എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. ഇവിടെയാണ് ആദിവാസി മഹാസഭയുടെ 27ാം വാർഷിക സമ്മേളനം നടക്കുന്നത്. जय जय एमएस, जय जय एमएस, जय जय आदिवासी महासभा जिंदाबाद, आदिवासी महासभा जिंदाबाद, जुतेड़म वर्षम जिंदाबाद, जुतेड़म वर्षम जिंदाबाद, जुतेड़म वर्षम जिंदाबाद, जुतेड़म वर्षम जिंदाबाद, जय जय एमएस, जय जय एमएस, जय जय एमएस, जय जय एमएस. മഹാസഭയുടെ മൺമക്കളുമായ നേതാക്കളെ, അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ, ഉത്സവ താരം, അക്ഷരജാല പ്രതിഭാ പുരസ്കാരം, ശ്രീ പ്രണവ് പി ചെറുകര ഡൽഹി റിപ്പബ്ലിക് ദിന പരേഡ് പങ്കാളി, NMSS എക്സാം ജേതാവ്, NMSS എക്സാം പുരസ്കാരം, അഗസ്തിവനം കൊമ്പിടി ശ്രീ ശ്രീധരൻ കാണി സംസ്ഥാന കർഷക അവാർഡ് ജേതാവ്, കർഷക നൈപുണ്യ പുരസ്കാരം, വന്യമൃഗ ആക്രമണ ചികിത്സാ ധനസഹായം, പൊടിയേക്കാല ശ്രീ രാജേന്ദ്രൻ കാണി, പൊടിയേക്കാല ശ്രീ തങ്കപ്പൻ കാണി. ആദരവിന് നന്ദി, കൃതജ്ഞത, ബാബു മാമൂട്, AMS ഓർഗനൈസിംഗ് സെക്രട്ടറി. താങ്ക് യു. ഇതിന്റെ കൂടുതൽ അനിവാര്യമായിട്ട് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ സംസാരിക്കും. എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചിരിക്കുന്ന ആദിവാസി മഹാസഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കുട്ടപ്പൻ കാണി അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനായ ശ്രീ ആദിവാസി മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മോഹൻ ത്രിവേണി അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ
ആദിവാസി മഹാസഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ശശികുമാർ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തുമെന്നായിട്ടുള്ള ചരിത്രകാരനായ ശ്രീ വെള്ളനാട് രാമചന്ദ്രൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ ആദരിക്കപ്പെടുന്ന വിശിഷ്ട വ്യക്തികൾ ശ്രീ ഗോത്രവർഗ പൂജാരിമാരായ അഗസ്ത്യവനം മുഖ്യ പൂജാരി ശ്രീ ഭഗവാൻ ഗാഡി അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ വെൺപടി സീതാതീർത്ഥം മുഖ്യ പൂജാരി ശ്രീ മലങ്കാണി അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഇവിടെ എത്തുമെന്ന പ്രതീക്ഷയിൽ ശ്രീ കേരള കൗമുദി ലേഖകൻ വിതുര മണിലാൽ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ മലയാള മനോരമ ലേഖകൻ പാലോട് ശ്രീ രാജീവ് അവരും എത്തുമെന്നിട്ടുണ്ട്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. അതുപോലെ റെസിഡൻസ് എഡിറ്റർ അക്ഷര കേരള മാസിക ശ്രീ വളവിൽ അലിയാർ കുഞ്ഞ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. അതുപോലെ അഗസ്ത്യവനം മാധ്യം കാണി ചാറ്റുപാട്ട് വിദഗ്ധനായ ശ്രീ മാധ്യം കാണി അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ ഗവേഴ്സ് കോമഡി താരം അദ്ദേഹം എത്തുമെന്നിട്ടുണ്ട്. അദ്ദേഹം എത്തുമെന്ന പ്രതീക്ഷയിൽ അക്ഷരം കൊണ്ട് മായാജാലം നടത്തുന്ന ശ്രീ സിദ്ധാർത്ഥൻ കള്ളിക്കാട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആദിവാസി മഹാസഭയുടെ സംസ്ഥാന മുൻ മെമ്പർ കൂടിയായ ശ്രീ രാജപ്പൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഇക്കഴിഞ്ഞ ഡൽഹി റിപ്പബ്ലിക് പരേഡിൽ പങ്കാളിയായ ഗോത്ര വിദ്യാർത്ഥി ശ്രീ പ്രണവ് ചെറുകര അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു യുവ കർഷകൻ സംസ്ഥാന കാർഷിക അവാർഡ് കൃഷി വകുപ്പിന്റെ പ്രത്യേക ആദരം നേടിയ ഭിന്നശേഷിക്കാരനായ അഗസ്ത്യവനം കുമ്പിടി ശ്രീ ശ്രീധർ കാണി അവരെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ വന്യമൃഗ ആക്രമണങ്ങൾക്കിരയായ പൊടിയക്കാല സ്വദേശികളായ ശ്രീ രാജേന്ദ്രൻ കാണി തങ്കപ്പൻ കാണി എന്നിവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ ബാബു മാമൂട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിയിട്ടുള്ള നമ്മുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള യൂണിറ്റ് പ്രവർത്തകരും അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി സംഘടനയുടെ മറ്റു സ്റ്റേറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരെ സഹോദരിമാരെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. രൂപീകരണമായിട്ട് 27 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ 27ാം സംസ്ഥാന സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ 27 വർഷം കൊണ്ട് അനേകം ആളുകൾ ഈ സംഘടന കെട്ടിപ്പടുക്കുന്നതിന് അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഈ സംഘടന ഇടപെട്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പലതിനും വിജയം കണ്ടിട്ടുണ്ട്. ഈ സംഘടന ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള പരിപാടികൾ എവരുടെയും സഹകരണത്തോടു കൂടി തന്നെ നല്ല പങ്കാളിത്തത്തോടു കൂടി തന്നെ അത് വിജയപ്രദമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ അടുത്ത കാലത്ത് നമ്മൾ ഉയർത്തിയിട്ടുള്ള ചില വിഷയങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ പട്ടയം, അതുപോലെ തന്നെ വന്യമൃഗ ആക്രമണങ്ങളിൽ പറ്റിയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായി ധനസഹായം ലഭിക്കുന്നതിനും അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതുപോലെ വന്യമൃഗ ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ട് ട്രെഞ്ച് നിർമ്മിക്കുന്നതിനും സോളർ വേലി നിർമ്മിക്കുന്നതിന് വേണ്ടി ഹാങ്ങിങ് സോളർ വേലി അതാണ് കൂടുതൽ നമുക്ക് ഫലപ്രദം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിവേദനങ്ങൾ കൊടുക്കുന്നതിനും പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിനും ഉന്നതിയിലുണ്ടായിരുന്നു, നല്ല പങ്കാളിത്തമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ പല പ്രദേശങ്ങളിൽ നമ്മുടെ കൈവശ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നതിന് ചികിത്സയുടെ ആവശ്യത്തിന്, അതുപോലെ തന്നെ വിവാഹ ആവശ്യം, പഠന ആവശ്യം ഇത്യാദി ആവശ്യങ്ങൾക്ക് വേണ്ടി നാം വനംവകുപ്പിനെ സമീപിക്കുമ്പോൾ അവർ പല തടസ്സവാദങ്ങളും ഉന്നയിക്കാറുണ്ടായിരുന്നു. അതിന് മരത്തിന്റെ ചുറ്റളവ്, അതുകൊണ്ട് തന്നെ നമ്മുടെ സമയത്തിന് വനം കുറിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല.